കേരളത്തിൽ വളരെ കൊളാബറേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണൽ എക്കോസിസ്റ്റം തന്നെ ഉണ്ട് ഈ പുതിയ സംരംഭകർക്ക് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതിൽ സ്റ്റാർട്ടപ്പ് മിഷൻ വലിയൊരു പങ്കുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു വലിയ പങ്കുണ്ട്, അതിനകത്ത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതായത് ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇഫ് യു വോണ്ട് ടു amass ലാർജ് എമൗണ്ട് ഓഫ് വെൽത്ത് എത്തിക്കൽ ദെൻ യു നീഡ് ടു ഡു ബിസിനസ്സാണ് നിങ്ങളുടെ വഴി എന്ന് പറയുന്നത്. എത്തിക്കലായിട്ട് വളരെയധികം ധനം ആർജിക്കണമെന്നാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ നീ ബിസിനസ് തന്നെ ചെയ്യണം. വേറെ ഒന്നിൽ കൂടിയും അത്രയും കാശുണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ കേരളത്തിലിപ്പോൾ നമ്മൾ ഇപ്പം ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന ഒരു കാലത്ത് ഒരു കച്ചവടക്കാരനെ കണ്ടിരുന്നത് ഒരു മോശക്കാരനെന്നല്ല, പക്ഷേ എന്തോ അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ, ടാക്സ് വെട്ടിക്കുന്ന ഒരാൾ, കാശ് പൂഴ്ത്തി വെക്കുന്ന ഒരാൾ, ഈ രീതിയിലാണ് സമൂഹം എല്ലാ കാലത്തും കുറച്ച് നാളുകൾക്ക് മുന്നേ വരെയൊക്കെ കച്ചവടക്കാരെ കണ്ടിരുന്നത്. അതിലൊരു വലിയ മാറ്റം സ്റ്റാർട്ടപ്പ് മിഷൻ കൊണ്ടുവരാനായി ഇങ്ങനെ മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് യങ്സ്റ്റേഴ്സ് ബിസിനസ്സിലേക്ക് വെഞ്ചർ ഔട്ട് ചെയ്യാൻ സ്റ്റാർട്ടപ്പ് മിഷൻ കാരണമായി. അത് കുറേ പേരൊക്കെ സക്സസ്ഫുള്ളായി. അപ്പോൾ ഈ കഥ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും ഓക്കെ, അങ്ങനെ നമ്മൾ വിചാരിച്ച ആ ഒരു ടാബു അല്ല ഇത്. അല്ലാതെയും മര്യാദയ്ക്ക് കച്ചവടം ചെയ്തും ടെക്നോളജി ഉപയോഗിച്ചും നമുക്ക് നല്ല രീതിയിലുള്ള ബിസിനസ് സംരംഭങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയും എന്ന് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ ഒരുപാട് വർഷങ്ങളായി ചെയ്ത നല്ല ജോലിയുടെ ഒരു ഔട്ട്കമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്.